ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ. നമസ്കാരം. പാകിസ്ഥാൻ ബിജെപിക്ക് ശത്രു രാജ്യമായിരിക്കാം, എന്നാൽ തങ്ങൾക്ക് അയൽ രാജ്യം മാത്രമാണെന്ന് കർണാടക കോൺഗ്രസ് കൗൺസിലർ BK ഹരിപ്രസാദ്. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങളുമായി വിജയം ആഘോഷിച്ചതിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടയിലാണ് വീണ്ടും കോൺഗ്രസ് നേതാവിന്റെ ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ ಶತ್ರು ರಾಷ್ಟ್ರ ಅಂದ್ರೆ ಇವ್ರ ಪ್ರಕಾರ ಪಾಕಿಸ್ತಾನ. ನಮಗದು ಶತ್ರು ರಾಷ್ಟ್ರ ಅಲ್ಲ, ನಮ್ಮ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ರಾಷ್ಟ್ರ. ಮಿತ್ರ ರಾಷ್ಟ್ರನ. കർണാടക കോൺഗ്രസ് കൗൺസിലർ BK ഹരിപ്രസാദിന്റെ വിവാദ പരാമർശമാണ് നമ്മളിപ്പോൾ കേട്ടത്. കോൺഗ്രസിന്റെ രാജ്യസഭാ വിജയത്തിനു ശേഷം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിനെ കുറിച്ചുള്ള BJPയുടെ ചോദ്യങ്ങൾക്കായിരുന്നു ഹരിപ്രസാദിന്റെ വിവാദ മറുപടി. ഈ മറുപടിയിലൂടെ സംഭവത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് BJPയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ദേശവിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയാണെന്ന് BJP തുറന്നടിച്ചു. 4 തവണ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാൻ കോൺഗ്രസിന് അയൽ രാജ്യമാണെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ മനോഭാവം എന്താണെന്ന് BK ഹരിപ്രസാദിന്റെ പ്രസ്താവനയിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറയും തുടരുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നുവെന്നും BJP തുറന്നടിച്ചു. അതേസമയം ഫെബ്രുവരി 27-ന് കർണാടകയിൽ 4-ൽ 3 രാജ്യസഭാ സീറ്റുകളിലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MP ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈന്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച് ആഘോഷം നടത്തിയിരുന്നു. സംഭവത്തിൽ ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ BJP MLA-മാർ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച സംസ്ഥാന നിയമസഭാ സമ്മേളനം നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഒരു വിവാദ പരാമർശം ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.